അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലെ റൈഡിന് പോകാൻ പോവാണ്. പക്ഷേ നമ്മൾ ഇവിടെ 900 കണ്ട സ്ഥലത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാനാണ് ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് ഒരു മല്ലു ട്രാവലറിൻ്റെ വീഡിയോ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ പോകും. പക്ഷേ അത്യാവശ്യം വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു. വലിയ സെറ്റപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോകുന്നത്. നമ്മൾ ഇനി അടുത്തായിട്ട് പോകാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാണാസുര സാഗർ ഡാമിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്ര കാണും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ബാണാസുര സാഗർ ഡാമിന് അടുത്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ് ഇവിടെ. കണ്ണ് പോലും വെക്കാൻ അത്ര വെയിലാണ്. കിട്ടില്ല പ്ലേസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം. നമ്മൾ വിചാരിച്ചത് ഇവിടെ ഡാം മാത്രമേ കാണത്തുള്ളൂ. കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല ദൂരം ഉണ്ടായിരുന്നു ഇവിടം വരെ വരാൻ. ഏകദേശം 2 മണിക്കൂറുള്ള യാത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല കിട്ടില്ല പ്ലേസാണ്. വെറുതെ ആയില്ല, ടൈം വേസ്റ്റ് ആയില്ല. പിന്നെ ഇവിടെ ഹൊറർ ഹൗസ്, അങ്ങനെ ഫാൻറ്റസി പ്ലേസ് കുറേ റൈഡൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് അതൊന്നും കാണത്തില്ല. നമ്മളപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്. പക്ഷേ നല്ല കിടലൻ പ്ലേസ് കേട്ടോ. അതുകൊണ്ട് വലിയ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇച്ചിരി പൊക്കോ ഹൈറ്റൊക്കെ വേണം. ഇവിടെ നോക്കിയാൽ നമ്മൾ വന്ന വ്യൂ ഫുള്ള് കിട്ടും. ക്യാമറ ഇതാണ് നമ്മുടെ ബാണാസുര സാഗർ ഡാമിൻ്റെ ലൊക്കേഷൻ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ വന്ന വഴി, ആ ലൊക്കേഷൻ, ആ പ്ലേസ് എല്ലാം കിട്ടും നമുക്ക്. വേണ്ട എന്താ ഫുള്ള് കിട്ടും. നല്ല കാറ്റുണ്ട്. പ്രത്യേകതരം തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതെ ഫുള്ള് ഹില്ലും കിട്ടും. ഫുള്ള് ഹില്ലും കിട്ടും ഇവിടുത്തെ. ഇവിടെ നിന്നാണ് ഡാമെന്ന് തോന്നുന്നു. തുറന്നു വിടുന്ന ആ പ്ലേസ് ഇവിടെ നിന്നാണ് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. കാണാൻ മാത്രം ഉണ്ടല്ലേ. കുറച്ച് കഷ്ടപ്പാടാണ് ഇത് വഴി കൂടെ വരണമെങ്കിൽ. ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഫുള്ള് കുണ്ടും കുഴിയൊക്കെ. പക്ഷേ ഇതിവിടെ എത്തണം. എത്തിക്കഴിഞ്ഞാലേ ആ റിസൾട്ട് എടുത്തണം നമ്മുടെ ആ യാത്രക്കുള്ള. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാണാസുര സാഗർ ഡാമിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എടക്കൽ ഗുഹേൻ്റെയൊക്കെ ഉള്ളിലൊക്കെ പോയപ്പോൾ ചിലതായിട്ടും നമുക്ക് വീഡിയോ പ്രൊഹിബിറ്റഡാണ്. 200 രൂപേൻ്റെ ഫൈൻ അടക്കുന്നത്. പിന്നെ പൂക്കോട് ലേക്ക്, അവിടെയും നമുക്ക് ക്യാമറ പ്രൊഹിബിറ്റഡാണ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ ചെറിയ വീഡിയോസ് എടുത്തു. പിന്നെ ബാണാസുര സാഗർ ഡാം ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അങ്ങനത്തെ റിസ്ക് ഒന്നും വന്നിട്ടില്ല. അവിടെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ വയനാട് വരുമ്പോൾ ഈ വയനാടിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. നല്ല നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തിന് ശേഷം 50 കിലോമീറ്റർ 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം അടുത്തൊരു കാണത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലം മേപ്പടി എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ഇവിടെ ബാണാസുര സാഗർ ഡാമിൽ എത്താൻ. പക്ഷെ ഇവിടെ എത്തിയ നല്ല അന്തരീക്ഷമാണ്. നമുക്ക് കുറച്ചുകൂടി ഇരുന്ന് നല്ല സന്തോഷത്തോടെ പോകാൻ പറ്റും. കുറച്ച് ദൂരമൊക്കെ വേഗത്തിൽ കയറി വരണം. എന്നാലൊരു നല്ല തണുപ്പാണ് ഇവിടെ. വെയിലിന് ഇടക്കും ഒരു തണുപ്പാണ്. അതാണ് ഈ സ്ഥലത്തെ പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ ഈ സെൽഫി ക്യാമറ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണൊരു പ്രശ്നം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. നമ്മൾ നല്ല വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതാണ് സ്ഥലം. പിന്നെ ഇവിടുന്ന് നമ്മൾ ഈ വെള്ളം ഒഴുക്കി വിടുന്ന ഡാം നമുക്ക് കാണാൻ പറ്റിയിട്ട് ഇതുവരെ അവിടെ നിന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ 2-3 ടൂറിസം പദ്ധതിയൊക്കെ ഉണ്ട്. അതാ ഇവിടെ നോക്കിയാൽ ഫുൾ ലൊക്കേഷൻ കിട്ടും.
യാത്രയാണ്. അങ്ങോട്ടുള്ള വഴിയിലാണ് നമ്മളിപ്പം. ഏകദേശം ഒരു 5 മിനിറ്റുള്ള അവിടെ എത്തും. ബട്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ ആ യാത്ര അടുത്ത വീഡിയോയിലായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു ബൈ ബൈ.